സ്റ്റുഡൻസ് അപ്ലൈഡ് ഡയാലിസിസ് ടെക്നോളജിയിലെ യൂണിറ്റ് 1 ബാക്കിയുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. പ്രഗ്നൻസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രീക്വൻസി ആൻഡ് ഔട്ട്കംസ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഡയാലിസിസ് പേഷ്യൻസിൽ പ്രഗ്നൻ്റ് ആവുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പല രാജ്യങ്ങളിലുള്ള കുറച്ച് കണക്കുകളാണ് നമുക്ക് ഫ്രീക്വൻസി ആൻഡ് ഔട്ട്കംസിൽ പറയുന്നത്. ഇപ്പോൾ ചൈൽഡ് ബിയറിംഗ് ഏജ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു കുട്ടീനെ പ്രസവിക്കാനായിട്ട് സാധ്യതയുള്ള ആ ഒരു ഏജിൽ, അല്ലെങ്കിൽ നമ്മുടെ രോഗി ഹെൽത്തി ആയിരിക്കുന്ന ആ ഒരു ഏജിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിൽ പ്രഗ്നൻസി ആവുന്നവരുടെ എണ്ണം സൗദി അറേബ്യയിൽ 1.4%, അതുപോലെ ജപ്പാനിൽ 0.44%, പിന്നെ ബെൽജിയത്തിൽ 0.3% ഒക്കെയാണ് വരുന്നത്. ഇനി ഫ്രീക്വൻസി ഓഫ് പ്രഗ്നൻസി ഇൻ അമേരിക്കൻ വുമൺ എന്ന് പറയുമ്പോൾ അവർക്ക് 0.5% ആണ് പെർ ഇയറിൽ വരുന്നത്. ഇനി അൺക്ലിയർ കൺസംഷൻ ഒക്കേഴ്സ് 2 to 3 times മോർ ഫ്രീക്വൻ്റ്ലി ഇൻ, അതായത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഹീമോഡയാലിസിസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസുള്ള ആളുകളിലാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൺസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കുറവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി ഇൻ എ ഡയാലിസിസ് പേഷ്യൻറ്റ് റിസൾട്ടിങ് ഇൻ എ സർവൈവിങ് ഇൻഫാൻറ്റ് ഇൻക്ലൂഡിങ് ഇലവേറ്റഡ് അബോർഷൻ ഈസ് അബൌട്ട് 50%. അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിൽ കൺസീവ് ആയാലും അവർക്ക് അബോർഷൻ ചെയ്തു പോകുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ 50% ആളുകളിൽ അബോർഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ചിലപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്കൊക്കെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ നമുക്ക് കൺസീവ് ആയി കഴിഞ്ഞ് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ എത്താനൊക്കെ ആയിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു 60 to 70% ആളുകളിലും ഇതിനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്താണെങ്കിലും ഡയാലിസിസ് നമുക്ക് കണ്ടിന്യൂ ചെയ്തേ മതിയാവൂ. പിന്നെ ഫോർ വുമൺ ഹൂ സ്റ്റാർട്ട് ഡയാലിസിസ് ആഫ്റ്റർ കൺസെപ്ഷൻ ദ ലൈക്ലിഹുഡ് ഓഫ് ഹാവിങ് എ സർവൈവിങ് ഇൻഫാൻറ്റ് ഈസ് 75 to 80%. അതായത് നമുക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ കുട്ടികൾ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത് 75 to 80% ഫെയിലിയർ ആവാനായിട്ടാണ് സാധ്യതയുള്ളത്. അതുപോലെ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള പ്രഗ്നൻസീസ് 68% ഉണ്ടാവാറുണ്ട്. കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് അബോർഷൻസ് ഉണ്ടാവുന്നു. 13% ആളുകൾക്ക് സ്റ്റിൽ ബർത്ത്, അതായത് മരിച്ച കുട്ടീനെ പ്രസവിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. 16% ആളുകൾക്കും നിയോനെറ്റൽ ഡെത്ത്, കുട്ടീനെ പ്രസവിച്ചിട്ട് ആ കുട്ടി അതേ നാൾ ജീവിക്കാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന കണ്ടീഷൻസ്. 3% തെറാപ്യൂട്ടിക് അബോർഷൻസ്, അതായത് തെറാപ്യൂട്ടിക് അബോർഷൻസ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ അതിനെ അബോർഷൻ ചെയ്ത് കളയും. കാരണം നമ്മുടെ പേഷ്യൻ്റെ ജീവൻ അപകടമായിട്ട് വരുമ്പോൾ അതിന് അബോർഷൻ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. 40% സ്പോണ്ടേനിയസ് അബോർഷൻസ് നമുക്ക് ഉണ്ടാവുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പ്രഗ്നൻസി നമുക്ക് ഡയഗ്നോസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ മാസങ്ങൾ കടന്നു പോകുമ്പോഴും ഓരോ ആഴ്ചകൾ കടന്നു പോകുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻറ്റിന് ഇതേപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് പ്രഗ്നൻ്റ് ആണെന്ന് ആ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ മിസ്ഡായിട്ടുള്ള മെൻസസ് ഒക്കെ അറിഞ്ഞിട്ടില്ലെങ്കിലും പുനോസിയ, അതുപോലെ തന്നെ മെറ്റാബോളിക് ഓർ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് അറിയുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് ബേസ്ഡ് പ്രഗ്നൻസി ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ യൂറിൻ വെച്ചിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റുകളാണ് നമ്മൾ പൊതുവേ സാധാരണ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ ഇയാളുടെ യൂറിൻ്റെ അളവൊക്കെ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളാണ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക്. പിന്നെ അതിൽ നമുക്ക് β-HCGയുടെ അളവ് നമ്മുടെ സെറം ലെവലിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുക. പിന്നെ വരുന്നത് റേഡിയോഗ്രാഫിക് സ്റ്റഡീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയോഗ്രാഫിക് സ്റ്റഡീസ് വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എത്ര മന്ത് എത്തി, അല്ലെങ്കിൽ കുട്ടി ആരോഗ്യവാനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എത്രത്തോളം ഈ ബ്ലഡിൽ നമ്മൾ β-HCG ചെക്ക് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് നമുക്ക് പ്രഗ്നൻസി സാധ്യത ഉള്ളത്, ഇല്ലെങ്കിൽ അത് അബോർഷൻ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഡ്യൂറിങ് പ്രഗ്നൻസി β-HCG ലെവൽസ് ആർ മോർ ഇലവേറ്റഡ് ദാൻ എക്സ്പെക്റ്റഡ് ഫോർ ജസ്റ്റേഷണൽ ഏജ്. സോ ജസ്റ്റേഷണൽ ഏജ് ഈസ് ബെസ്റ്റ് ആസ്
ആസസ്ഡ് ബൈ അൾട്രാസൗണ്ട്. ജസ്റ്റേഷണൽ ഏജ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി വയറ്റിൽ എത്രത്തോളം ദിവസങ്ങളായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര മാസമായിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ beta-HCG നമ്മൾ ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടുതലാണെങ്കിൽ ഇല്ലെങ്കിൽ beta-HCGയുടെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ കുട്ടിക്ക് എത്രയായി എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ഹൈ beta-HCG ലെവൽസ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചതിൽ ഇല്ലെങ്കിൽ നമ്മുടെ ലാബുകാർ എഴുതിയ റിസൾട്ടിൽ തെറ്റുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റെ പ്രഗ്നൻസി എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് was found when high level of beta-HCG led doctors to think the pregnancy was more advanced and it was. The reason for false negative tests are unclear. Similar serum tests of alpha ferroprotein done to screen for Down syndrome. അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഹെറിഡിറ്ററി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വേഗം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി ആൽഫ ഫെറോപ്രോട്ടീൻ ടെസ്റ്റുകൾ ചെയ്യും. ഇതുവഴി ഡൗൺ സിൻഡ്രോം നമ്മുടെ പേഷ്യൻറ്റിന് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കതുപോലെ നമ്മുടെ പ്ലാസ്മയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി കിടക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അത് ചെക്ക് ചെയ്യുന്നത് വഴി കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആണ്. അതായത് നമുക്ക് പ്രഗ്നൻസി സമയത്തുള്ള നമ്മുടെ പേഷ്യൻ്റെ ഹൈപ്പർ ടെൻഷൻ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മേജർ മെറ്റേണൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രഗ്നൻസി ഇൻ ഡയാലിസിസ് പേഷ്യൻ്റ് ഈസ് സിവിയർ ഹൈപ്പർ ടെൻഷൻ. അതായത് മെയിനായിട്ട് ഈ പ്രഗ്നൻസി സമയത്ത് നമുക്ക് പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ 80% പ്രഗ്നൻ്റ് ഡയാലിസിസ് പേഷ്യൻസിൽ നമുക്ക് BP റേഞ്ച് എന്ന് പറയുന്നത് 140/90 കൂടുതലായിട്ടാണ് അവർക്ക് വരുന്നത് BP വരുന്നത്. അതുപോലെ 40% ആളുകളിൽ സിവിയർ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 110 mmHg കൂടുതലാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അവരുടെ 180 mmHg കൂടുതലാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ 75% ആളുകളിലും സിവിയർ ഹൈപ്പർ ടെൻഷനുള്ള ആളുകളിൽ ഒക്കർ ബിഫോർ ദ 3rd ട്രൈമസ്റ്റർ. ഈ ഒരു സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ 75% ആളുകളിലും നമുക്കൊരു 3rd ട്രൈമസ്റ്റർ ഒക്കെ ആവുന്നതിന് മുൻപൊക്കെയാണ് കാണുന്നത്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അഡ്മിഷൻ ഫോർ കൺട്രോൾ ഓഫ് ആക്സിലറേറ്റഡ് ഹൈപ്പർടെൻഷൻ ആർ റിക്വയർഡ് ഇൻ 2% to 5% ഓഫ് പ്രഗ്നൻറ്റ് ഡയാലിസിസ് പേഷ്യൻസ്. അതായത് നമുക്ക് ICUവിൽ മിക്കവാറും ഇതേപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് പേഷ്യൻ്റ് ICUവിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 to 5% ആരാണ് ഡയാലിസിസ് പേഷ്യൻസിന് ഈ ഹൈപ്പർ ടെൻഷൻ കൂടിയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നമുക്കത് മോണിറ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് പ്രഷർ ഷുഡ് കണ്ടിന്യൂ ഫോർ 6 weeks പോസ്റ്റ് പാർട്ടം. അതായത് നമുക്ക് ഈ പോസ്റ്റ് പാർട്ടം പീരീഡിൽ 6 weeks ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഹൈപ്പർ ടെൻഷൻ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് പിന്നെ നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ അമ്മയുടെ ആണെങ്കിലും ജീവന് തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു യൂവോളിമിക് ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലൂയിഡൊന്നും അധികം നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞുകൂടാത്ത ഒരാളാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ബ്ലഡ് പ്രഷർ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാറുള്ളത്. ഇനി എന്തൊക്കെ ഡ്രഗ് തെറാപ്പീസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഡ്രഗ് തെറാപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 140/90 mmHg കൂടുതലുള്ള യൂവോളിമിക് ആയിട്ടുള്ള, അതായത് യൂവോളിമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരൊന്നും വെക്കാത്ത ആളുകളിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ സെവറൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്. നമുക്ക് കുറച്ച് ഡ്രഗ്സുകളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെ ഡ്രഗ്സുകളാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കാം? മീഥൈൽ ഡോപ്പ, ലാബെറ്റലോൾ ആൻഡ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ
ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കേഴ്സും അതുപോലെ തന്നെ ക്ലോണിഡിൻ ഇതൊക്കെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം. ബട്ട് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് എറ്റനോളോൾ ദർ ആർ പ്രോബബ്ലി സേഫ്. Hydralazine can be added to any of these first line drugs, but it does not work as a single agent when given orally. നമുക്ക് ഹൈഡ്രാലാസിൻ നമുക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഒക്കെ ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇതൊരു സിംഗിൾ ഏജൻ്റായിട്ട് നമുക്ക് ഓറലി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സും ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും ഇതൊക്കെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പ്രഗ്നൻസി ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ആൻജിയോടെൻസിനും അതുപോലെ തന്നെ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡ്വേഴ്സ് ഇഫക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇൻ എനിമൽ സ്റ്റഡീസ് ദേ ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ fetal loss rate 80 to 93%. In humans, their use has been associated with the ossification defect in the skull, dysplastic kidneys, neonatal anuria and death from hypoplastic lungs. അതായത് ചില ആളുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്സിനും എന്ത് സംഭവിക്കും, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. വൺ റിപ്പോർട്ട് ദാറ്റ് നോട്ടഡ് ആൻ ഇൻക്രീസ് ഇൻ congenital anomalies with the first trimester exposure to ACE inhibitor has driven practice away from first trimester use despite contradictory data in other studies.